ചതിച്ചടാ, ചതിച്ച് ഗവൺമെന്റ് നമ്മളെ ചതിച്ചടാ. എങ്ങനെയാണ് ചതി മക്കളെ? എങ്ങനെയാണ്? പാഠപുസ്തകത്തിൽ എന്തെങ്കിലും ചതിയാണോ? എന്തെങ്കിലുമൊക്കെ ചതി വെച്ചതാണോ? അല്ലടാ, പിന്നെ എന്താണ്? എടാ, ദിവസങ്ങളുടെ എണ്ണം കൂട്ടി. സാധാരണ നമ്മൾ ശനി ഞായറും അവധി കിട്ടി 2 ദിവസം അടിച്ച് പൊളിക്കലാണ്. വെള്ളിയാഴ്ച ക്ലാസ് അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ്, ഇനി തിങ്കളാഴ്ച നോക്കിയാൽ മതിയല്ലോ എന്നിങ്ങനെ വിചാരിച്ച് നിൽക്കും അല്ലേ? എന്നിട്ട് നമ്മൾ കസിൻസിൻ്റെ വീട്ടിൽ പോവും. ഒരു കല്യാണം ഉണ്ടെങ്കിൽ തലേ ദിവസം തന്നെ പോവും. പിന്നെ അത് മാത്രമല്ല, 2 ദിവസത്തേക്ക് പല സ്ഥലത്ത് ടൂർ പോവും. എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇനി അത് നടക്കോ? ഇല്ല. എന്താണ്? എൻ്റെ പൊന്നാര മക്കൾ, തമ്പ് കണ്ടു വന്നതല്ലേ, നമ്മുടെ മെയിൻ ടൈറ്റിൽ കണ്ടു വന്നതല്ലേ. ഇനി ശനിയാഴ്ച ദിവസങ്ങളിൽ അവധിയില്ല. കണ്ടതുപോലെ തന്നെയാണ് നമ്മുടെ ഗവൺമെൻറ് ചതിച്ചു. എങ്ങനെയാണ് ഞാൻ നിങ്ങളോട് പറയാ? പറഞ്ഞല്ലേ മതിയാവുള്ളൂ മക്കളെ. നമ്മൾ കറക്റ്റ് ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഈ ചാനൽ കിട്ടുമെന്ന് നമ്മൾ പ്രോമിസ് തന്നതല്ലേ. അപ്പോൾ എല്ലാ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാ വിദ്യാഭ്യാസപരമായിട്ടുള്ള മക്കൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടത് എന്താ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ചാനൽ ഒന്ന് കയറിക്ക്. നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ, ഉപദ്രവം ഉണ്ടാവില്ല മക്കളെ. അപ്പോൾ മക്കളെ, എങ്ങനെയൊക്കെയാണ് ക്ലാസ്സിൻ്റെ ദിവസങ്ങൾ കൂട്ടിയെന്ന് വെച്ചാൽ, ഓരോ മാസങ്ങളിലും ശനിയാഴ്ചകൾ ഉണ്ടാവില്ലേ? ആ ശനിയാഴ്ച ക്ലാസ് ഉണ്ടടാ, അപ്പോൾ വെള്ളി ലീവ് തരോ? അല്ലെങ്കിൽ വേറെ തീയതി ഇല്ലടാ, ഇനി ആഴ്ചയിൽ 6 ദിവസം പോവാണ്. പക്ഷെ എല്ലാ മാസങ്ങളിലും എല്ലാ ആഴ്ചയിൽ എന്തില്ല, 6 ദിവസത്തിലിട്ട. പിന്നെ ഉള്ളതോ നമുക്ക് നോക്കാം ഓരോ മന്തിലും എങ്ങനെയാണ്. ഈ മാസം മുതൽ തന്നെ നോക്കാം. സാറേ, സ്കൂൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇപ്പം തന്നെ ശനിയാഴ്ച ക്ലാസ്സോ? എന്ത് ചെയ്യാനാടാ? ഞാനല്ലല്ലോ മന്ത്രി, ഞാനല്ലല്ലോ വിദ്യാഭ്യാസ ഡയറക്ടർ. നമുക്ക് ചെയ്തല്ലേ മതിയാവുള്ളൂ. പഠിക്കാൻ വേണ്ടിയിട്ടല്ലടാ, നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ. കളിച്ച് നടന്ന് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ എവിടെ എത്തൂലല്ലോ മക്കളോ. അപ്പോൾ നമുക്ക് പിന്നെ കളിച്ചാൽ എത്തും, പക്ഷെ നമ്മൾ അങ്ങനത്തെ ലെവലിൽ കളി കളിക്കണ്ടേ? അപ്പം അത് എത്തുന്നുണ്ടെങ്കിൽ എത്തിക്കോ. പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യുക? കൂടെ പഠനം കൂടി കൊണ്ടുനടക്കുക. അപ്പം നോക്കാം മക്കളെ, ഏതൊക്കെയാണ്? ജൂൺ മാസത്തിൽ 15-ാം തീയതി ഉണ്ട്, 22-ാം തീയതി ഉണ്ട്, 29-ാം തീയതി ഉണ്ട്. അപ്പോൾ 15-ാം തീയതി ഒരു ശനിയാഴ്ച ആണ്, അന്ന് ക്ലാസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 22-ാം തീയതി അന്ന് ക്ലാസ് ഉണ്ട്, 29-ാം തീയതി ക്ലാസ് ഉണ്ട്. എന്ന് വെച്ചാൽ ജൂൺ മാസത്തിലെ 3 ശനിയാഴ്ച, 4 ശനിയാഴ്ചകൾ ഉണ്ടെങ്കിൽ 3 ശനിയാഴ്ച ക്ലാസ് ഉണ്ടടാ. അയ്യോ, പണി പറ്റിച്ചു. കഴിഞ്ഞോ? ഇല്ല. ജൂലൈ മാസത്തിലെ 20-ാം തീയതിയും 27-ാം തീയതി എന്ന് വെച്ചാൽ 20-ാം തീയതിയിലെ ശനിയാഴ്ചയും 27-ാം തീയതിയിലെ ശനിയാഴ്ചയിലും നിങ്ങൾക്ക് എന്തുണ്ട്? ക്ലാസ് ഉണ്ട്. ഇനി ഓഗസ്റ്റ് മാസത്തിലും അതേപോലെ 3 എണ്ണമാണ്: 17, 24, 31. 17-ാം തീയതി, 24-ാം തീയതി, 31-ാം തീയതി എന്നീ ശനിയാഴ്ചകളിൽ എൻ്റെ പൊന്നാര മക്കൾക്ക് എന്തുണ്ട്? ക്ലാസ് ഉണ്ട്. സെപ്റ്റംബറിൽ മക്കളെ എന്തോ ഒരു ഭാഗ്യം കിട്ടി. അതൊന്നും കൊണ്ടല്ല, സെപ്റ്റംബറിലാണ് നമ്മളെ ഓണൊക്കെ വരുന്നത്. അപ്പോൾ ഓൾറെഡി ലീവ് കാര്യങ്ങൾ അതിൽ തന്നെ ഒരുപാട് ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ കടന്നു പോകുന്നുണ്ടല്ലോ. അപ്പോൾ സെപ്റ്റംബറിൽ എന്തില്ല? ശനിയാഴ്ചകളിൽ നിങ്ങൾക്ക് അങ്ങോട്ട് ഒഴിവാക്കി തന്നിട്ട് സെപ്റ്റംബർ വലിയ പ്രശ്നമില്ല. പിന്നെ ഒക്ടോബറിൽ 5-ാം തീയതിയും 26-ാം തീയതി, 5-ാം തീയതിയുള്ള ഒരു ശനിയാഴ്ചയും 26-ാം തീയതിയുള്ള ഒരു ശനിയാഴ്ചയും എൻ്റെ പൊന്നാര മക്കൾക്ക് എന്തുണ്ട്? ക്ലാസ് ഉണ്ട്. നവംബറിൽ അതേപോലെ തന്നെ 2 ശനിയാഴ്ച ക്ലാസ് ഉണ്ട്, 2-ാം തീയതിയും 16-ാം തീയതിയും. ജനുവരിയിലും 4-ാം തീയതി, 25-ാം തീയതി. പിന്നെ ഫെബ്രുവരിയിൽ ആകെ ഒരൊറ്റ ശനിയാഴ്ച അവരെടുക്കുന്നുള്ളൂ. ഫെബ്രുവരി അല്ലെങ്കിലേ കുറഞ്ഞ ദിവസമല്ലേ ഉള്ളൂ, 30, 31 ഇല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറഞ്ഞ ദിവസം ഉണ്ടായതുകൊണ്ട് വെറും 15-ാം തീയതി ഒരു ശനിയാഴ്ച ഉണ്ട്. ഫെബ്രുവരി മാസം 15-ാം തീയതിയിലുള്ള ശനിയാഴ്ചയിൽ എന്തുണ്ട്? ക്ലാസ് ഉണ്ട്. ഇനി മാർച്ച് മാസമോ? സാറേ, മാർച്ച് മാസം എക്സാം അല്ലേ? മാർച്ച് മാസവും അതേപോലെ തന്നെ 1-ാം തീയതി, അതുപോലെ തന്നെ 15-ാം തീയതി. എന്ന് വെച്ചാൽ ശനിയാഴ്ചകളിലൊന്നും ആദ്യം എക്സാം ഉണ്ടാവില്ലല്ലോ. ഇനി ചിലപ്പോൾ ശനിയാഴ്ചകളിൽ എന്ന് വെച്ചാൽ 1-ാം തീയതി, 15-ാം തീയതി, 22-ാം തീയതി ഈ 3 ശനിയാഴ്ച വർക്കിംഗ് ഡേ ആണ്. അന്ന് ടൈം ടേബിൾ ഉള്ളവർ ടൈം ടേബിൾ എക്സാം എഴുതാൻ പോവുക. ഈ ടൈം ടേബിൾ ഇല്ലെങ്കിൽ പോട്ടെ. എന്തായാലും ഈ ശനിയാഴ്ച വർക്കിംഗ് ഡേ ആണ്. സ്പെഷ്യൽ ക്ലാസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്ലാസ് വർക്കിംഗ് ഡേ ആണെന്ന് അങ്ങോട്ട് മനസ്സിലാക്കി വെക്കാം. മാർച്ച് മാസം. അപ്പോൾ മാർച്ച് മാസത്തിലെ കൺഫ്യൂഷനും തീരാം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ശനിയാഴ്ചകളില്ല. ഇനി ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ മറ്റേ ഫ്ലഡ്, അതുപോലെ തന്നെ ഒന്ന് മഴ കൂടിക്കഴിഞ്ഞാൽ വെള്ളം നിൽക്കൽ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഒഴിവാക്കും. പക്ഷെ നിലവിലുള്ള ഗവൺമെൻറ് റിപ്പോർട്ട് പ്രകാരം ഈ ശനിയാഴ്ചകളിലൊക്കെ എൻ്റെ പൊന്നു മക്കൾക്ക് ക്ലാസ് ഉണ്ട്. മക്കളെ സെറ്റായിട്ട് പഠിക്കാൻ പോയിക്കൊണ്ടു. ഇനി എന്തെങ്കിലുമൊക്കെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ ഇതേപോലെ മക്കളെ അറിയിച്ചു തരും, അറിയിക്കാതിരിക്കില്ല. അപ്പോൾ നാളെ ക്ലാസ്സിൽ ടോപ്പായിട്ട് പോയി പറയാം, മിസ്സേ, ചിലപ്പോൾ മിസ് അറിഞ്ഞിട്ടുണ്ടാവില്ല, മിസ്സിനോട് പറഞ്ഞു കൊടുക്കാം, മിസ്സേ ഈ മാസം ഇന്ന ദിവസത്തിൽ ശനിയാഴ്ച ക്ലാസ് ഉണ്ടല്ലേ, മിസ് ഉണ്ടോ? ഇവൻ എങ്ങനെ അറിഞ്ഞു? അപ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, എജു പോട്ടുണ്ട്. ഇതേപോലത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞുതരും. അപ്പോൾ ഓക്കെ, ബൈ.